ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി ബിറ്റ്സ് ടിവി. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ പോലെ ഇന്നും നമുക്കൊരു അടിപൊളി വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിപൊളി ഒരു ബ്യൂട്ടി നമുക്ക് നൽകുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഓയിലിനെ കുറിച്ചാണ്. ഈ ഓയിൽ ഇപ്പൊ എല്ലാവർക്കും എസ്പെഷ്യലി നമ്മുടെ സ്കിന്നില് പിമ്പിൾസ് ഉള്ള സ്കിൻ അല്ലെങ്കിൽ ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഓയിൽ തേക്കാനായിട്ടൊക്കെ ഒത്തിരി എന്താ പറയുക കൺഫ്യൂഷൻ ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്യൂട്ടി നമുക്ക് കൂട്ടുന്ന നല്ല സ്കിൻ വൈറ്റനിങ് ആയിട്ടുള്ള ഒരു ഓയിൽ നമുക്ക് പരിചയപ്പെടാം. അതാണ് നമ്മളുടെ ഗ്രേപ്പ് സീഡ് ഓയിൽ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ നന്നായിട്ട് അവൈലബിൾ ആണ്. ഇത് കുറെ പേർക്കൊക്കെ അറിയുണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. ഈ ഗ്രേപ്പ് സീഡ് ഓയിൽ നമ്മൾ ആഗ്നേ പോർസ് ഉള്ള സ്കിന്നിലുള്ളവർക്കും അതുപോലെ പിമ്പിൾസ് ഉള്ള സ്കിന്നിലുള്ളവർക്കും ഈസി ആയിട്ട് യൂസ് ചെയ്യാം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന്. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇതിൽ ഒരുപാട് ഒമേഗ 6 ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹെയറിന് യൂസ് ചെയ്യാം, നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യാം, നമ്മുടെ ലിപ്സ് ക്രാക്കഡ് ലിപ്സിന് യൂസ് ചെയ്യാം, നമ്മുടെ കാലില് എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കുന്ന കാലിനും കൈക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. വളരെയധികം എഫക്റ്റ് ഉള്ള ഒരു ഓയിലാണ് ഗ്രേപ്പ് സീഡ് ഓയിൽ. അപ്പൊ അറിയാത്തവര് ഇന്ന് തന്നെ വാങ്ങിച്ചോളുക. നിങ്ങളുടെ പിമ്പിൾ ആക്നെയൊക്കെ മാറാനായിട്ടും അതുപോലെ തന്നെ സ്കിന്ന് നല്ല സ്മൂത്തും ബ്രൈറ്റ് ആവാനായിട്ട് സഹായിക്കുന്ന നല്ല ഒന്നാന്തരം ഓയിലാണ് നമ്മളുടെ ഗ്രേപ്പ് സീഡ് ഓയിൽ. ഇത് നമ്മുടെ ഗ്രേപ്സിൽ, അതായത് മുന്തിരിയുടെ സീഡിൽ നിന്ന് ഉണ്ടാക്കുന്ന ഓയിലാണ്. നമ്മളുടെ കണ്ണിന്റെ അടിയിലുള്ള കറുപ്പ് മാറാൻ നല്ലതാണ്, നമ്മളുടെ ഫേസിന് നല്ലതാണ്, നമ്മുടെ ക്രാക്കഡ് ലിപ്സിന് നല്ലതാണ്, നമ്മുടെ കഴുത്തിലെ കറുപ്പ് മാറാൻ നല്ലതാണ്. അതുപോലെ നമ്മുടെ ഹെയർ നല്ല അടിപൊളിയായിട്ട് വളരാനായിട്ട് നല്ലതാണ്. ഒരു ഹെയർ സെറമായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മളുടെ ഈ ഒന്നാന്തര സാധനത്തിന്. അതൊരു ചെറിയ ബോട്ടിൽ അറിയാം, പക്ഷെ നമുക്കിത് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ഗുണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഇതിന്റെ ഒന്നാമത്തെ ഒരു ഗുണം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്ട്രെച്ച് മാർക്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് മായ്ക്കും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അത് നമുക്ക് ഡെലിവറിക്ക് ശേഷമുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് ഇത് യൂസ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒരു അധികം ഇത് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 3-4 ഡ്രോപ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ എടുത്തിട്ട് ജസ്റ്റ് മസാജ് ചെയ്തിട്ട് ശേഷം നമ്മുടെ ഒരു ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ ശേഷം നമ്മുടെ വയറിലാണെങ്കിൽ വയറിൽ, അതുപോലെ തന്നെ വണ്ണം കുറയ്ക്കുമ്പോൾ ഒരു സ്ട്രെച്ച് മാർക്ക് പോലെ ഉണ്ടാവില്ലേ, അവിടെയൊക്കെ അപ്ലൈ ചെയ്യാം. നല്ല അടിപൊളിയാണ്. അപ്പോൾ സ്ട്രെച്ച് മാർക്ക് മാറാനായിട്ട് നല്ല ഒന്നാന്തരം റെമഡിയാണ് നമ്മുടെ ഗ്രേപ്പ് സീഡ് ഓയിൽ. ഇനി നമുക്ക് രണ്ടാമത്തെ ഗുണം എന്താന്ന് നോക്കാം. രണ്ടാമത്തെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിനാണ്. ജസ്റ്റ് ഇതുപോലെ തന്നെ നമ്മൾ കുറച്ചെടുക്കുക. നമ്മൾ നന്നായിട്ട് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം മുടി ഉണങ്ങിയതിന് ശേഷം നമ്മൾ എവിടെയും പോകാനൊക്കെ നിൽക്കില്ലേ, അപ്പൊ ഒരു 2-3 ഡ്രോപ്സ് ഒക്കെ മതി. നമ്മൾ കയ്യിൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല ഹെയർ നല്ല തിളങ്ങി നിൽക്കും. ഞാനിപ്പോ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ എന്റെ ഹെയർ ഇത്തിരി ഡ്രൈ ആയിട്ടിരിക്കല്ലേ, ഒരല്പം എടുക്കുക. അതെ, ഒരല്പം എടുത്തതിന് ശേഷം നമ്മള് ഹെയറിൽ ഇതുണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഹെയർ നല്ല ഗ്ലോ ആയിട്ടിരിക്കും, കണ്ടോ? അപ്പോൾ ഹെയർ സെറത്തിന് പകരമായിട്ട് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മളുടെ ഗ്രേപ്പ് സീഡ് ഓയിൽ. അപ്പം അതാണ് അതിന്റെ മറ്റൊരു ഗുണം. അടുത്തൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളുടെ എഗ്ഗില്ലേ, നമ്മുടെ എഗ്ഗില് ഒരു ഇതുപോലെ തന്നെ ഒരു 5 ഡ്രോപ്സ് ഒഴിക്കുക. ഒരു എഗ്ഗ് ഫുൾ ആയിട്ട് എടുക്കുക, അതിൽ 5 ഡ്രോപ്സ് ഒഴിക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ പാക്ക് നമ്മുടെ ഹെയറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോ ആവാനായിട്ട് അടിപൊളിയാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ബ്രൈറ്റും ആവാനായിട്ട് ഏറ്റവും നല്ലൊരു ഹെയർ മാസ്ക് ആണ് അത്. അപ്പൊ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി മറ്റൊരു റെമഡി പറഞ്ഞുതരാം. ഇനി നമ്മുടെ കൺപീലിയൊക്കെ നമുക്ക് കുറവാണ്, നമ്മുടെ പിരികൊക്കെ നമുക്ക് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. നല്ല തിളക്കമുള്ള നല്ല കൺപീലിക്കും അതുപോലെ തന്നെ നമ്മുടെ പിരികത്തിനും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു കാലി മസ്കാരയുടെ ഒരു ബോട്ടിൽ എടുക്കുക. അതിലേക്ക് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഗ്രേപ്പ് സീഡ് ഓയിൽ ജസ്റ്റ് ഒന്ന് മുക്കിയതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമ്മളുടെ നല്ല തിളക്കമുള്ള പുരികവും കൺപീലിയും നല്ല അടിപൊളിയായിട്ട് ലാഷസ് വളരാനായിട്ടും സഹായിക്കും. അപ്പം ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നെക്സ്റ്റ് ഒരു റെമഡി പറഞ്ഞുതരാം. നെക്സ്റ്റ് റെമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെയിൽസ് ആണ്. നമ്മൾ പെഡിക്യൂർ മാനിക്യൂർ ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് നെയില് ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ വാസലിൻ എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ നെയിൽ ക്രീം എന്തെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു റെമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേപ്പ് സീഡ് ഓയിലാണ്. ഗ്രേപ്പ് സീഡ് ഓയിൽ നമ്മൾ ജസ്റ്റ് എടുക്കുക. അതിനുശേഷം നമ്മുടെ നഖത്തിൽ ഇതുപോലെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഫുള്ളായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ അടിപൊളിയായിട്ട് നെയിൽ ഗ്രോ ആവാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ അതിനോടൊപ്പം നമ്മൾ കയ്യിൽ മസാജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൈകൾ കിട്ടാനായിട്ടും ഡ്രൈനെസ് ഒക്കെ മാറാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പം ഇത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.
ഇനി മറ്റൊരു റെമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് നൈറ്റിൽ നമ്മുടെ ലിപ്സിൽ അപ്ലൈ ചെയ്ത് കിടക്കാം. ഇത് ലിപ്സിൽ അപ്ലൈ ചെയ്ത് ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ലിപ്സ്, അതായത് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ തണുപ്പ് കാലത്തൊക്കെ നന്നായിട്ട് നമ്മുടെ ലിപ്സ് ഡ്രൈ ആവും. അപ്പൊ നമ്മൾ കിടക്കണതിന് മുമ്പായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു നമ്മൾ ബേബി ബ്രഷ് എടുക്കുക, അതിനുശേഷം ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഓടിച്ചു കൊടുക്കുക. ഇതിൽ മാത്രം മതി ഒന്ന് ഓടിച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ എക്സ്ട്രാ ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ഒന്ന് റിമൂവ് ആവും. അതിന് ശേഷം നമ്മൾ കിടക്കുന്നതിന് മുമ്പ് വാസ്ലിനൊക്കെ പകരം വാസ്ലിനൊക്കെ തേക്കാനായിട്ട് പേടിയുണ്ടെന്നാണ് ചിലർക്ക്, കാരണം കറുത്തു പോകുന്നു പറഞ്ഞിട്ട്. അങ്ങനെയുള്ളവർക്ക് ഇത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ലിപ്സ് കിട്ടും. അതുപോലെ തന്നെ നമ്മളൊരു യാത്രയ്ക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മുമ്പ് ജസ്റ്റ് അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം അതിന്റെ മീതെ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ലിപ്സ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് തൊലി പൊളിഞ്ഞിട്ട് വരില്ലേ, അതുപോലെ പ്രശ്നമൊന്നും ഉണ്ടാവുകയും ചെയ്യത്തില്ല. അപ്പൊ അതും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോയിട്ടൊക്കെ നമ്മൾ തിരിച്ചു വരികയാണ്, നമ്മുടെ സ്കിന്നിൽ നിറയെ മേക്കപ്പ് ഉണ്ട്, ഫൗണ്ടേഷനും അതുപോലെ തന്നെ ഐലൈനർ ഉണ്ട്, നമ്മൾ ഫുള്ള് മേക്കപ്പിലാണെന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് ഇൻക്ലൂഡ് ലിപ്സ്റ്റിക് നമ്മളെല്ലാം ഇട്ടൊരു മേക്കപ്പ് ചെയ്ത് നമ്മളൊരു ഫംഗ്ഷന് പോയിട്ട് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രിയിൽ ഇതെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി, നമ്മുടെ സ്കിന്നിന് കുഴപ്പമില്ല, സോപ്പൊന്നും ഉപയോഗിക്കാൻ വേണ്ട. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അല്പം എടുത്താൽ മതി, ഒരു 2-3 ഡ്രോപ്സ് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഫുള്ള് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള തുണി ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഇത് നല്ലതാണ്, ഒരു പ്രശ്നവും ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ മേക്കപ്പ് റിമൂവ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നമുക്കിത് ഒരു ടോണർ ആയിട്ടും യൂസ് ചെയ്യാം. നമ്മുടെ സ്കിന്നിൽ ഇതുപോലെ തന്നെ 2 ഡ്രോപ്സ് എടുക്കുക, നമ്മുടെ കയ്യിലൊന്ന് നന്നായിട്ട് മസാജ് ചെയ്യുക, അതിനുശേഷം നമ്മുടെ കയ്യിലും കഴുത്തിലും നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്കിത് ടോണറിന് പകരമായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതൊരു നല്ല ഒന്നാന്തരം മോയ്സ്ചറൈസർ ആണ്. കൂടാണ്ട് ഇത് നമുക്ക് സ്കിന്നിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻറ്റി ഏജിങ് ഒരു പ്രോപ്പർട്ടീസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്കിൻ ഏജിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ നല്ല ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഹെയറിൽ ഡാൻഡ്രഫ് പോകാൻ സഹായിക്കുന്നുണ്ട്. നല്ല സ്കിന്ന് നല്ല സ്ട്രൈറ്റൻ ആയിട്ടും അതുപോലെ തന്നെ നല്ല ഷൈനിങ് ആയിട്ടും കിടക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളാണ് നമ്മളുടെ ഗ്രേപ്പ് സീഡ് ഓയിലുള്ളത്. അപ്പോൾ ആക്നി അതുപോലെ തന്നെ പിമ്പിൾസ് ഉള്ള സ്കിൻ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പറയുക, ഇത് നല്ലോണം സ്കിൻ ബ്രൈറ്റ് ആവും, അതുപോലെ തന്നെ നല്ല സോഫ്റ്റും നമ്മൾ നല്ല സ്കിൻ വൈറ്റ് ആയിട്ടും നിലനിർത്താനായിട്ട് സഹായിക്കും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയൂ കേട്ടോ. അപ്പൊ അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു പുതുമയാർന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ.